ഹായ് അസ്സലാമലൈക്കും, വെൽക്കം ടു ജിഗ് ജോവേഴ്സ്. എല്ലാവർക്കും സുഖമല്ലേ? സുഖമാണെന്ന് കരുതുന്നു. അൽഹംദുലില്ലാ ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. ഇന്ന് നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഡാൽഗോണ പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ടൈം ഒട്ടും വേസ്റ്റ് ചെയ്യാതെ സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ 4 മുട്ട പൊട്ടിച്ചൊഴിക്കാം. പിന്നെ പ്രത്യേകമായിട്ടൊരു കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ മുട്ട പൊട്ടിച്ചൊഴിക്കുന്ന ബൗളിൽ ഒട്ടും നനവുണ്ടാവാൻ പാടില്ല. പിന്നെ 1 കപ്പ് പഞ്ചസാര, 1 നുള്ളു ഉപ്പ് ആഡ് ചെയ്ത് നന്നായിട്ട് ഇത് ബീറ്റ് ചെയ്തെടുക്കുക. പാത്രത്തിൽ നനവിൻ്റെ അംശം ഉണ്ടായാൽ പിന്നെ ഇത് പതഞ്ഞ് പൊങ്ങില്ല. അതുകൊണ്ടാണ് പറഞ്ഞത്, നനവ് ഒട്ടും ഉണ്ടാവാണ്ട് സൂക്ഷിക്കണം. ബീറ്ററും നന്നായിട്ട് തുടച്ചിട്ട് വേണം ബീറ്റ് ചെയ്യാനായിട്ട്. ഇതിപ്പോൾ നന്നായിട്ട് പതഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം ഒരു ബൗളിലോട്ടേക്ക് മാറ്റാം. ആദ്യം തന്നെ 1/2 കപ്പ് കൊക്കോ പൊടി എടുത്തു. ഇനി അതിലോട്ട് 1.5 കപ്പ് ഓൾ പർപ്പസ് ഫ്ലോർ, അതായത് മൈദ എടുത്തു. പിന്നെ 1 ടേബിൾ സ്പൂൺ കോഫി പൗഡർ എടുത്തു. പിന്നെ 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി എടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ച എഗ്ഗിലേക്ക് കുറച്ചായിട്ട് ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലോട്ട് 1 കപ്പ് പാലും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലോട്ട് 1 കപ്പ് സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഓയിലിന് പകരം ബട്ടറും യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇനി നമുക്ക് ഈ ബാറ്റർ ഒരു സോസ് പാനിലോട്ട് മാറ്റാം. ഞാൻ ആദ്യം ഇതുപോലെ ഒരു മൂടി പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ട് അതിൻ്റെ മുകളിലാണ് സോസ് പാൻ വെക്കാറ്. ഇനി എയർ ബബിൾസ് ഉണ്ടെങ്കിൽ കളയാൻ വേണ്ടിക്ക് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് ചൂടാറിയതിന് ശേഷം നമുക്കൊരു പുഡിംഗ് ട്രേയിലോട്ടേക്ക് ഇതുപോലെ ലെയർ ചെയ്ത് വെക്കാം. ഇനി അതിൻ്റെ മുകളിലായിട്ട് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തതൊന്ന് ഒഴിച്ചു കൊടുക്കുക. എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഒരു 3 ടേബിൾ സ്പൂൺ ജെലാറ്റിൻ 1/4 കപ്പ് തണുത്ത വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെക്കുക. ഇനി ഒരു 1.5 കപ്പ് വിപ്പിംഗ് ക്രീം നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഇനി ഇതിലോട്ട് ഞാൻ 1 ടിന്ന് മിഠായി മേറ്റും കൂടി ആഡ് ചെയ്തു. ഇനി നമ്മൾ മാറ്റിവെച്ച ജെലാറ്റിൻ ഒന്ന് ഡബിൾ ബോയിൽ ചെയ്ത് മെൽറ്റ് ചെയ്തതിന് ശേഷം ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഈ വിപ്പിംഗ് ക്രീമിൻ്റെ ഹാഫ് പോർഷൻ നമുക്ക് വേറൊരു ബൗളിലോട്ടേക്ക് മാറ്റാം. ഈ ഹാഫ് പോർഷൻ ഓഫ് വിപ്പിംഗ് ക്രീം സെക്കൻഡ് ലെയർ ആയിട്ട് ഇതുപോലെ അറേഞ്ച് ചെയ്യാം. ഇനിയുള്ള ഹാഫ് പോർഷനിലോട്ട് ഞാൻ 1 കപ്പോളം ഡാൽഗോണ കോഫി മിക്സ് ചെയ്തു. ഡാൽഗോണ കോഫിയുടെ റെസിപ്പി ഞാൻ ഓൾറെഡി ഇട്ടതാണ്. അപ്പോൾ വാച്ച് ചെയ്യാത്തവരുണ്ടെങ്കിൽ അതൊന്ന് വാച്ച് ചെയ്യാൻ ഞാനത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് ഇടുന്നതായിരിക്കും കേട്ടോ. ഇതാണ് നമ്മുടെ 3rd ലെയർ. ഇനി ഇതും കൂടി ലെയർ ചെയ്തതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിലോട്ട് സെറ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഞാനിത് രാത്രിയിൽ വെച്ചിട്ട് രാവിലെയാണ് കട്ട് ചെയ്തത്. പിന്നെ ഇതിൻ്റെ 3 ലെയറും ഒന്നിച്ചെടുത്ത് വേണം കഴിക്കാൻ, എങ്കിലേ നിങ്ങൾക്ക് അതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് കിട്ടത്തുള്ളൂ കേട്ടോ. കാരണം ഡാൽഗോണ കോഫി മിക്സ് ചെയ്ത ആ ലെയർ 3rd ലെയർ ചെറിയൊരു കൈപ്രസം ഉണ്ടാവും. എങ്കിലും 3 ലെയറും കൂടി ഒന്നിച്ച് കഴിക്കുമ്പം ഉഗ്രൻ ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്യണം, എന്നിട്ട് കമൻസും അറിയിക്കണം. അപ്പം വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരേക്കും ബൈ ബൈ ആൻഡ് ഹാവ് എ നൈസ് ഡേ.